കുറേ സംവിധായകരുടെ കൂടെ ഇന്ദ്രൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. മിക്കവാറും മലയാളത്തിലെല്ലാ സംവിധായകരുടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അങ്ങനെ വർക്ക് ചെയ്യാത്തവർ കുറവായിരിക്കും. പക്ഷെ പൊതുവേ ഇന്ദ്രൻസ് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം സിനിമകളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇന്ദ്രൻസ് ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഈ പരിസരത്ത് തന്നെ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷെ ഇടയ്ക്ക് എറണാകുളത്തേക്ക് പറിച്ചു കേട്ടിട്ടാണ് ഇപ്പോൾ റാഫി മക്കാട്ടിൻ അവരുടെയൊക്കെ സിനിമയിൽ വന്നു. പഞ്ചാബി ഹൗസ് അങ്ങനെ അങ്ങനെ കുറേ സിനിമകളിൽ വന്നു. പിന്നെ വിനയൻ്റെ സിനിമയിലായിരിക്കും കൂടുതൽ അഭിനയിച്ചത്. വളരെ ഫുൾ ലെങ്ത് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ളത് വിനയൻ്റെ സിനിമകളിലാണ്. എനിക്ക് വെള്ളി നക്ഷത്രം അല്ലേ, രാക്ഷസരാജ, ഒത്തിരി അദ്ദേഹത്തിൻ്റെ തന്നെ നേരത്തുള്ള പടങ്ങൾ കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അത് ശരി ശരി. അപ്പോൾ വിനയനെ ഈ സംഘടനകളൊക്കെ വിലക്കിയ സമയത്ത് വിനയ പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടോ? ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്. എന്നെ എല്ലാ പടത്തിനും വിളിക്കും. അപ്പം ഞാൻ ഇവർ തമ്മിൽ പ്രശ്നങ്ങളിൽ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അസോസിയേഷൻ വിളിച്ച് ചോദിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറയും. നമ്മൾ അതല്ല, മറ്റവരാണ്, അവരാണ്, ഇങ്ങനെയൊക്കെ അവർ പറയും. പിന്നെ വഴിയും പറയും സാറിൻ്റെ അടുത്ത്. ആരിലൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാ, സ്നേഹമുള്ളവരാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആളൊന്നും പറയാണ്ട് വിനയ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇപ്പം ഞാനങ്ങനെ ഒറ്റപ്പെട്ടു, പിന്നെ എനിക്ക് സാറിനെ സഹായിക്കാൻ പറ്റില്ല, സാറിനെ എന്നെ സഹായിക്കാൻ പറ്റുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്ത ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാനായിട്ട് എന്തായാലും ഇന്ദ്രന് ധൈര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. കുറെ കഴിയുമ്പോൾ അവരെല്ലാം ഒന്നാവുകയും ചെയ്യും, നമ്മൾ ഭർത്താവുകയും ചെയ്യും. ഇപ്പോൾ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല? നേരത്തെ കോസ്റ്റ്യൂമറായിട്ടുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും സിനിമയിൽ ഉണ്ടായിട്ടുണ്ടോ? ചില വേദികളിലൊക്കെ ഹാസ്യ നടന എന്നൊക്കെ പറഞ്ഞവർ എത്ര മുതിർന്നവരായാലും അവരുടെ ഒരു സ്ഥാനം വളരെ താഴ്ത്തായിരിക്കും. അങ്ങനെ ഒന്ന് രണ്ട് വേദിയിൽ പിന്നെ എനിക്കൊരു നാണം തോന്നിയിട്ടുണ്ട്. ഇന്ദ്രൻ അങ്ങനെ ഹാസ്യഘടനകൾക്ക് നാണം തോന്നേണ്ട കാര്യമില്ല. ഇന്ദ്രൻ ഹാസ്യഘടന മാത്രമല്ലല്ലോ, വളരെ ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള സ്വഭാവം തന്നെയാണ്. അതുമാത്രമല്ല, മലയാളത്തിലെ പല ഹാസ്യ നടന്മാർക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം ഇന്ദ്രൻസിന് കിട്ടിയിട്ടുണ്ട്. അടൂർ സാറിൻ്റെയും ടി വി ചന്ദ്രൻ്റെ പോലുള്ള പ്രതിഭാധനരായിട്ടുള്ള സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അടൂർ സാറിൻ്റെ ഒന്നിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങൾ കുത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അഭിമാനിക്കലും വേണ്ട. അപ്പോൾ പിന്നെ ഹാസ്യകാരെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു ഇതുമില്ല. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അല്ല, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അടൂർ സാറിൻ്റെ ഒക്കെ സിനിമയിൽ വളരെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടൂർ സാർ ഒരു ആക്ടറെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ, ഒരു ടെക്നീഷ്യനെ കുറിച്ച് സംസാരിക്കുകയെന്ന് വെച്ചാൽ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന് മനസ്സിൽ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരാൾക്കാരെ കുറിച്ച് അദ്ദേഹം സംസാരിക്കാറുള്ളൂ. ഒരുപക്ഷെ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ വേണ്ടപ്പെട്ട ആക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കും. പക്ഷേ ഇന്ദ്രൻസിനെ കുറിച്ചും അടൂർ സാർ വളരെ നല്ല വാക്കുകൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അടൂർ സാറിൻ്റെ മനസ്സിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇന്ദ്രനൊരിടം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഫാൽക്കെ അവാർഡ് നേടിയിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ സംവിധായകരിൽ ഒരാളാണ് അടൂർ സാർ. അപ്പോൾ അടൂർ സാർ ഇന്ദ്രനെ കുറിച്ച് എന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം, ആ വിലപ്പെട്ട വാക്കുകൾ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കണ്ടിട്ട് തിരിച്ചു വരും. മലയാള സിനിമയിൽ മറ്റുള്ള നടന്മാരിൽ നിന്ന് വളരെ വളരെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ദ്രൻ എന്ന നടൻ. ഇതിൻ്റെ രൂപത്തിലായാലും ശബ്ദത്തിലായാലും അഭിനയ രീതിയിലൊക്കെ ആയാലും വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു നടനെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് ഈ കോമഡി അഭിനയിക്കുന്ന നടന്മാരെ വളരെ ഇഷ്ടമാണ്. കാരണം സാധാരണ കോമഡി അഭിനയിക്കുന്ന നടന്മാർ നല്ല നടന്മാരായിരിക്കും. പലർക്കിങ്ങനെ കോച്ച് വലിച്ചുള്ള വികാരങ്ങളൊക്കെ കാണിച്ച് ശീലമുള്ളവർക്ക് ഒരു കോമഡി റോൾ കൊടുത്ത് നോക്കുക, അവരെ കൊണ്ട് വിഷമമായിരിക്കും ചെയ്യാൻ. അത് മറിച്ച് പല കൊമേഡിയന്മാരെന്നറിയപ്പെടുന്ന ഏതാണ്ട് മുമ്പൊക്കെ സെക്കൻഡ് ഗ്രേഡായിട്ട് കരുതിയിരുന്ന നടന്മാരുണ്ട്. അവർ നല്ല നല്ല റോളുകളിൽ, നല്ല പ്രധാനപ്പെട്ട റോളുകളിലൊക്കെ അവരെ നമ്മൾ കൊണ്ടുവന്നാൽ അവർ നമ്മളെ അറിയപ്പെടുന്ന മറ്റ് ഈ പ്രധാന വേഷക്കാരൊക്കെ ഭംഗിയായിട്ട് ആ റോൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരു നടനാണ് ഇന്ദ്രൻ. എനിക്ക് 1-2 തവണയാണ് അദ്ദേഹത്തിനോട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം വന്നത്. പിന്നെ വളരെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ വളരെ വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യനാണ്. വളരെ കൃത്യനിഷ്ഠയുള്ള ആളാണ്. വളരെ വളരെ വിനയവാനാണ്.
ഇതൊക്കെ വളരെ അപൂർവം ഗുണഗണങ്ങളാണ്. ഈ പ്രത്യേകിച്ച് പ്രശസ്തിയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞ നടന്മാരിൽ നിന്ന് നമുക്ക് ഇതൊക്കെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഇന്ദ്രനുമായിട്ട് നമ്മൾ ഇടപെടുകയും അദ്ദേഹത്തിനെ സഹകരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പിന്നൊരു പടം എടുക്കുമ്പോൾ നമ്മൾ ഇന്ദ്രൻ്റെ ഒരു റോൾ വേണമല്ലോ എന്ന് ആലോചിക്കും, അല്ലെങ്കിൽ ഈ റോൾ ഇന്ദ്രന് പറ്റിയതാണല്ലോ എന്ന് ആലോചിക്കും. അതൊരു എനിക്കൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു ഗുണമാണ് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം. അടൂർ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ അടൂർ സാറിൻ്റെ സിനിമകളിൽ അഭിനയിച്ച കഥാപാത്രങ്ങളെ പോലെ തന്നെ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ മുഖം ഈ കോമഡി സിനിമകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. കഥാവശേഷൻ എന്ന് പറയുന്ന സിനിമയിലെ കള്ളൻ്റെ റോള് ടി വി ചന്ദ്രൻ്റെ അല്ലേ, വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപക്ഷെ അധികം സീൻസ് ഒന്നും ഉണ്ടാവില്ല എങ്കിലും വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെയുള്ള കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ഒന്നും കിട്ടിയിട്ടേ ഇല്ല. കാരണം ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന അല്ലേ ഒന്നാണ് കഥാവശേഷൻ. പ്രത്യേകിച്ച് ആ പാട്ട് രംഗത്തിൽ എനിക്ക് ഇന്ദ്രൻസ് പാടി പടത്തിൽ അഭിനയിച്ചിട്ടുള്ള സീൻ കോമഡി സീനുകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനത്തെ ഒരു വേഷത്തിൽ പാടി അഭിനയിച്ചിട്ടുള്ളത് കഥാവിശേഷത്തിൽ അല്ലേ. കണ്ണു നട്ട് കാത്തിരുന്നിട്ട് എന്നുള്ള ഒരു പാട്ട്, അത് വിദ്യാധര മാഷാണ് പാടിയത്. വിദ്യാധര മാഷ് പുത്തഞ്ചേരി എഴുതി. അതിമനോഹരമായ വരികളാണ് അതിൽ. നമുക്ക് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ എം ജയേന്ദ്രൻ മ്യൂസിക് അതിൻ്റെ വിദ്യാധര മാഷ് പാടി. വിദ്യാധര മാഷും ജയചന്ദ്രൻ മാഷും പാടി. അതെ, രണ്ടുപേരും വോയിസ് ജയചന്ദ്രൻ. വിദ്യാധര മാഷാണ് ഇന്ദ്രൻസിന്റെ വോയിസിന് വേണ്ടിയിട്ട്. അത് കറക്റ്റ് മാച്ചായിട്ട് തോന്നുന്നുണ്ട്. ഞാനത് കേട്ടോ ഇന്ദ്രൻസ് പാടിയതാണ്. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു അല്ലേ. അതിമനോഹരം. പിന്നെ ഞാൻ പാടുപെടാൻ തുടങ്ങി. അത് പഠിച്ച് രണ്ടുപേരെങ്കിലും പാടുപെട്ടില്ലേ ഫീൽ ചെയ്യുന്നു നമുക്ക് കാണുമ്പോൾ. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ദ്രൻസ്. അപ്പോൾ ഹാസ്യനടൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ആരെങ്കിലും പറയണതിൽ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ലോകത്തിലെ മികച്ച നടന്മാരൊക്കെ ഹാസ്യ നടന്മാരില്ലേ. ചാർലി ചാപ്ലിൻ ഹാസ്യ നടനായിട്ടില്ലേ. അപ്പോൾ അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ.